ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷനും അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇന്ന് മോർണിംഗിലുള്ളത്. വളരെ വീക്കായിട്ടാണ് ഏഷ്യൻ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു റിക്കവറി മോഡിലാണ്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളിൽ വീണ്ടും ടെക്നോളജി ഷെയറുകൾ റാലി ചെയ്തിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റ് പുതിയ റെക്കോർഡ് ഹൈ വീണ്ടും ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.57 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. എൻവിഡിയ ഒന്നര മുന്നേറിയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒന്നും തന്നെ, വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് ഫ്ലോസ് ഒന്നും തന്നെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നിന്ന് വന്നിട്ടില്ല. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഇന്നലെയും അതുപോലെ തന്നെ ഇന്ന് മോർണിംഗിലുള്ള ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലാണ്. $3,362 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. നാച്ചുറൽ ഗ്യാസ് മുന്നേറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെൻഡ് ക്രൂഡ് ഓയിലും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലാണ്, സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ $, അഗൻസ്റ്റ് ആയിട്ട് ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നും ആ ലെവലിലുള്ള ട്രേഡിംഗ് ആണ് മോർണിംഗിൽ കാണുന്നത്. ഇനി നമ്മൾ ഓവറോൾ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ എഫ്&ഒ വീക്കിലി കോൺട്രാക്റ്റ് എൻഡിങ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ പൊതുവേ ഒരു പോസിറ്റീവ് മൂഡാണ് മാർക്കറ്റിലുള്ളത്. ഈ മാസത്തെ എഫ്&ഒ കോൺട്രാക്റ്റ് അടുത്ത ആഴ്ചയിലാണ് എൻഡ് ചെയ്യുന്നത്. ജൂലൈയിലേക്കുള്ള ലോങ് പൊസിഷൻ റോൾ ഓവർ മോഡറേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും Q1 എൻഡ് ചെയ്തുകൊണ്ട് ജൂലൈ സെക്കൻഡ് വീക്ക് തൊട്ടാണ് റിസൾട്ടുകളെല്ലാം വന്നു തുടങ്ങാൻ പോകുന്നത്. Q1 റിസൾട്ടുകൾ, അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ മാർക്കറ്റിലുണ്ട്. ഇനി നമ്മൾ ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ കണ്ടെയ്നർ കോർപ്പറേഷൻ്റെ റെക്കോർഡ് ഡേറ്റ്, ബോണസിനുള്ള റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 4 1:4 ആണ് റേഷ്യോ വരുന്നത്. ഒപ്പം സൺ ടി വിയിൽ പ്രൊമോട്ടേഴ്സ് തമ്മിൽ സ്റ്റേക്ക് ബൈയിങ്ങിനെ കുറിച്ച് ഡിസ്പ്യൂട്ട് ഉണ്ട്. അത് സൺ ടി വിനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. ട്രെൻഡ് BEL ഈ രണ്ട് കമ്പനികളും BSE സെൻസസിൽ എൻട്രിയാണ്. അതേസമയം നെസ്ലെ അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കൊക്കെ സെൻസസിൽ നിന്ന് പുറത്താവുകയാണ്. നെസ്ലെ ബോണസ് ഡിസിഷൻ അനൗൺസ് ചെയ്യാണ്. മൺഡേ ആണ്. ഈ മാസം 26-ാം തീയതിയാണ് എൻ്റെ ബോർഡ് മീറ്റിംഗ് വരുന്നത്. SMEയിൽ മിനിമം അപ്ലിക്കേഷൻ സൈസ് 1 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷമാക്കി ഉയർത്താനുള്ള തീരുമാനമുണ്ട്. തീർച്ചയായിട്ടും SME സെഗ്മെൻറ്റിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഇതിലുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ട്രെൻഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഗ്രോത്ത് പ്ലാനുകളാണ് ട്രെൻഡിനുള്ളത്. സ്റ്റുഡിയോ അതുപോലെ തന്നെ മറ്റ് ബ്രാൻഡുകളെല്ലാം തന്നെ പുതിയ ബ്രാഞ്ചുകൾ അക്രോസ് ഇന്ത്യ തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. വളരെ കാലത്തിന് ശേഷം കാത്തിരുന്ന HDB ഫിനാൻഷ്യൽ സർവീസസിൻ്റെ IPO വരെയാണ്. 700-740 പ്രൈസ് റേഞ്ച് വരുന്നത്. 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. ജൂൺ 25-27 ബിഡിംഗ് ഡേറ്റ് വരുന്ന അവസാന ദിവസം 27. ഒപ്പം പോസിറ്റീവ് ബയാസുള്ള സ്റ്റോക്കുകൾ LNT, മൈൻട്രി, SCL ടെക്, മാസ്റ്റെക്, ഉണോമിൻഡ അതുപോലെ തന്നെ സമ്മർദ്ദന മദേസൻ ഇൻ്റർനാഷണലൊക്കെയാണ് പോസിറ്റീവ് ന്യൂസ് ലോസ് ഉള്ള സ്റ്റോക്കുകൾ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത ജനുവരി 1-ാം തീയതി മുതൽ എല്ലാ 2 വീലേഴ്സിനും ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യാണ്. അപ്പോൾ ABS മേക്കേഴ്സിനെ സംബന്ധിച്ച് ഇത് വളരെ പോസിറ്റീവാണ്. അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ ഒരു പക്ഷേ ആ സ്റ്റോക്കുകൾ അടുത്ത ദിവസങ്ങളിൽ കണ്ടേക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന പോലെ ഒക്ടോബർ 1 മുതൽ എല്ലാ ട്രക്ക് ക്യാബിനുകളിലും കമ്പൽസറി AC വേണം. ഇതിൻ്റെ മേജർ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് സുബ്രോസും അതുപോലെ തന്നെ ആംബർ എൻ്റർപ്രൈസസൊക്കെയാണ്. സുബ്രോസ് നമ്മൾ സജസ്റ്റ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. ആംബർ എൻ്റർപ്രൈസിലും അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റൊക്കെ കണ്ടേക്കാം. ഡിഫൻസ് റിലേറ്റഡ് സെക്ടർ അതുപോലെ തന്നെ മറ്റ് എനർജി റിലേറ്റഡ് സെക്ടറിലൊക്കെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ് കാണാനുള്ള സാധ്യതകളുണ്ട്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുന്ന വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള വലിയ റിസ്കി ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ ഓപ്പറേറ്റേഴ്സ് ഒന്നും ക്യാരി ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് സെൻറ്റിമെൻ്റ് ആണ്. അപ്പോൾ വളരെ കോഴ്സായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ല ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.